ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വ്യക്തിപരമായ നിലയിൽ ഞാനും ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോ ഉടൻ തന്നെ ഫലം കണ്ടേക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു സർ. ശരി, ഞാൻ സാറിനെ വിളിച്ചോളാം. പോട്ടെ. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. കുടിച്ചോ. ഹലോ ഡോക്ടർ. ഹലോ സർ. ഇയാളിപ്പം സ്ഥിരം ഡോക്ടറും ഡ്രൈവറാണോ? അയ്യോ, ഞാനിപ്പോ അധികം അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. സച്ചേ ഞങ്ങളുടെ സ്ഥിരം ഡ്രൈവർ. ഞാൻ ഡോക്ടറിനെ കണ്ടുകൊണ്ട് ഇറങ്ങിയതാ. ഒരു കരു കൂടി എടുത്തോളൂ. ഇത് വൈഫാണോ? അതെ, രാജശ്രീ, സൈക്കാട്രിസ്റ്റാ. നൈസ് ടു മീറ്റ് യു. എന്റെ ഒരു പേഷ്യന്റ് അത് ഹന്ന. അല്ല, ഡോക്ടറും പേഷ്യന്റും കൂടി ഒരുമിച്ച് എങ്ങോട്ടാണ് യാത്ര? അവരുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വിതുരയിലേക്ക്. വിതുരയിൽ നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത്? വിതുര എസ് ഐ വിനോദന്റെ സബോർഡിനേറ്റ് ആയിരുന്നു. അവിടെ എത്തിയിട്ട് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതങ്ങനെ പോലീസിന്റെ ഹെൽപ്പ് ആവശ്യം വരുന്ന കാര്യമൊന്നുമല്ല. ഒരു പേഷ്യന്റ് ആവശ്യത്തിന് നിങ്ങൾ 2 ഡോക്ടർമാരും കൂടെ ചേർന്ന് പോകണമെങ്കിൽ അത് അത്ര ചെറിയ കാര്യമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും സാറിനെ വിളിക്കും. സച്ചി, ഇത് കൊടുത്തേക്ക്. അപ്പൊ ശരി. ഓക്കെ, ശരി. എന്തായുടെ തന്റെ അന്വേഷണങ്ങളൊക്കെ? അർച്ചനെ കണ്ടുപിടിച്ചോ? ഇല്ല സർ, പക്ഷേ അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഞാൻ ഒരു കാലത്തും അവസാനിപ്പിക്കില്ല. അത് അവളെ കണ്ടു കിട്ടുന്നവരെ തുടരും, അല്ലെങ്കിൽ എന്റെ മരണം വരെ തുടരും. വ്യക്തിപരമായ നിലയിൽ ഞാനും ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോ ഉടൻ തന്നെ ഫലം കണ്ടേക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു സർ. ശരി, ഞാൻ സാറിനെ വിളിച്ചോളാം. പോട്ടെ.
അണ്ണാ ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. ആ മുരുക, കനിമൊഴി, ഞാനത് മുരുകനല്ലേ? ஆமா. நீங்க யாரு? என்ன வேணும்? മുരുകനും കനിമൊഴിയും മുമ്പ് കുറച്ചു കാലം കേരളത്തിൽ താമസിച്ചിരുന്നില്ലേ? തിരുവനന്തപുരത്ത്. ഓ, നീങ്ക കേരളവാ? അതെ, ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വരുവാ. ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചു വന്നത് ഞങ്ങളെ തന്നെയാണോ? ഞങ്ങൾ ഈ തക്കല വിട്ട് വേറെ എങ്ങേയും പോയിട്ടില്ല. എന്നിട്ട് മുരുകൻ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ. മാർത്താണ്ഡത്തും തക്കലയിലുമുള്ള മിക്കവാറും എല്ലാവരും മലയാളം അറിയാവുന്നവരാണ്. നിങ്ങൾ എന്തിനാ വന്നത്? 7-8 വർഷം മുൻപ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ഓർഫനേജില് നിങ്ങളൊരു കുഞ്ഞിനെ ഏൽപ്പിച്ചില്ലേ? സ്വാമി ഭദ്രാനന്ദയുടെ കയ്യില്. ഞങ്ങൾ വന്നത് ആ കുഞ്ഞിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാ. ഏതാശ്രമം? ഞങ്ങൾ ഒരിടത്തും ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടില്ലേ. ഞങ്ങൾക്ക് കേരളമായി യാതൊരു കണക്ഷനും ഇല്ലേ. നിങ്ങൾ പോങ്ക. പക്ഷേ ആശ്രമത്തിലുള്ളവർക്ക് ഇപ്പോഴും നിങ്ങളെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ആള് മാറിയതാണ്, അല്ലെങ്കിൽ ആരോ ഏമാത്തിയതാ. എനിക്ക് വേലക്ക് പോകാൻ നേരം അയച്ചു. നിങ്ങൾ പോങ്ക. അതെ, എന്നാ സത്യം ഞങ്ങളോട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്നാ സത്യം? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? നീങ്ക ഇവിടെ നിന്ന് സമയം കളയണ്ട. നീങ്ക വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക. ഇനി അവരോട് സംസാരിക്കണ്ട. ഉള്ളതാണ്.